ദൈവവചനത്തിനും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനങ്ങൾ. My greetings to all the pastors and also the believers here. ഈ രാത്രിയിലും ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവവചനം ധ്യാനിക്കാൻ അവസരം നൽകിയതിൽ ദൈവത്തെ വാഴ്ത്തുന്നു. I thank God for giving us a chance once again to minister the word. നമ്മെ ഒരുമിച്ച് ദൈവം ഇന്ന് രാത്രി തന്റെ സ്വർഗീയ നന്മകളാൽ നിറയ്ക്കട്ടെ. May God fill us all with His heavenly goodness. തുടക്കത്തോടെ നാം ചിന്തിച്ചു വരുന്ന ദൈവവചന ഭാഗത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു. Quickly, let's go to the words that we had been meditating the past 2 days. ഒരു ഭക്തൻ ഇങ്ങനെ പറയുകയുണ്ടായി, A saint said like this: ദൈവവചനം ആത്മാവിന്റെ വാൾ എന്ന നിലയിൽ 3 വ്യക്തികളോട് ഒരേ നിലയിൽ ഇടപെടും. The word, like a spiritual sword, is ministering and dealing with the 3 things or 3 persons. അത് വിശുദ്ധനോടും ഒരു വ്യവഹാരമുണ്ട്, പാപിയോടും വചനത്തിൽ ഒരു വ്യവഹാരമുണ്ട്, സാത്താനോടും ഒരു വ്യവഹാരം. The word deals with the saint and to the sinner and also to Satan. ഇന്ന് രാത്രി നാം ദൈവസന്നിധിയിൽ വിശുദ്ധന്മാരാണെങ്കിലും അല്ല രക്ഷിക്കപ്പെടാത്ത ദൈവകൃപയിലേക്ക് വന്നിട്ടില്ലാത്ത ആരെങ്കിലും ആണെങ്കിലും ഈ ദൈവവചനത്തിന് നമ്മോടൊരു വ്യവഹാരം. Whether you are a believer, a born again believer, or if you are an unbeliever, this word will surely minister to you. ആ വചനത്തിന്റെ കേൾവിക്കും അത് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തേണ്ടതിന് വേണ്ടിയും നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെയായി. So let's be in prayer so that the word will deal with us and talk to us. ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇങ്ങനെ അവസരമൊരുക്കിയ ദൈവസഭയോട് ഒരിക്കൽ കൂടെ കൃതജ്ഞത പ്രകാശിപ്പിക്കാം. Again, my thanks to the church for giving me a chance to minister the word. ദൈവവചനം നാം ഇന്നലെ രാത്രി ചിന്തിച്ചതുവെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. Hope you remember what we meditated last night. പൗലോസിന്റെ ഒരു പ്രത്യേക പ്രസ്താവനയാണ് നാം ചിന്തയ്ക്ക് വേണ്ടി എടുത്തത്. We took a statement of Paul yesterday. അപ്പോസ്തല പ്രവൃത്തികൾ 27-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ നാം കണ്ടു. And we saw that in Acts chapter 27 verse 23. പൗലോസോട് പറയുന്നു, ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, എന്റെ ഉടയവൻ. It says that my God. ദൈവം എങ്ങനെയാണ് നമ്മുടെ ഉടയവനാകുന്നത്? How we become His own? നാം ആരുടെ വകയാണ്? Who do we belong to? നാം കടക്കാരെങ്കിൽ ആർക്ക്? If we are debtors, to whom we are debtors to? 2 കാര്യങ്ങൾ നാം ഇന്നലെ രാത്രി ചിന്തിച്ചു. 2 things we meditated yesterday. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. I hope you remember that. ഒന്നാമത്, number 1, നമ്മെ സൃഷ്ടിച്ചവന് നാം കടക്കാരാണ്. to the one who created us we are indebted or we are debtors to Him. നമ്മെ സൃഷ്ടിച്ചത് ദൈവമാണെന്ന്, യഹോവയായ ദൈവമാണെന്ന് നാം ഇന്നലെ കണ്ടു. And also we saw that it's Jehovah God who created us. 2, നാം കടപ്പെട്ടിരിക്കുന്നത് നമ്മെ വിളിച്ചവനും നമ്മെ തെരഞ്ഞെടുത്തവനും ആരോ അവനാണ്. And we are indebted to He who will hold us and who selected us. അവൻ നമ്മെ തിരഞ്ഞെടുത്തതും എന്തിനു വേണ്ടിയെന്നും നാം കാണുക. And also why He selected us, we meditated on that also. എന്തിനു വേണ്ടിയാണ്? Why did He select us? ദൈവത്തിന്റെ സ്വന്തം ജനമായിരുന്നു. So that we will be His own people. അപ്പോൾ സൃഷ്ടിപ്പാകട്ടെ തെരഞ്ഞെടുപ്പാകട്ടെ ലക്ഷ്യം ഒന്ന് തന്നെ, നാം ദൈവത്തിന്റെ വകയായിരുന്ന് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നമ്മുടെ കാലം കഴിക്കുക. Whether it is creation or election, both have the same goal, that we must be in fellowship, in love with Him. നാം ആ വിഷയത്തിൽ തുടരുകയാണ്. And we are going to continue on that. നാം നമ്മുടെ വകയല്ല. We don't belong to ourselves. നാം കടക്കാരാണ്. We are debtors. ആർക്ക്? To whom? നാം കണ്ടു ദൈവത്തിന്. We found that it's to God. എന്തുകൊണ്ടെന്നുള്ളത് നാം 2 കാര്യങ്ങൾ കണ്ടു. And 2 things we found why. മൂന്നാമത്തെ കാര്യം, The third thing, നാം ആർക്ക് കടക്കാരായി? to whom are we debtors to? എന്തുകൊണ്ട്? And why? വായിക്കാം. Let's read this verse. കൊരിന്ത്യർക്കുള്ള 1-ാമത്തെ ലേഖനം, The first book of 1 Corinthians, 6-ാം അധ്യായത്തിന്റെ 19-ഉം 20-ഉം വാക്യങ്ങൾ. chapter 6 verse 19 and 20. കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനം 6-ാം അധ്യായം 19, 20 വാക്യങ്ങൾ. 1 Corinthians chapter 6 verse 19 and 20. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താകത്തുള്ളവരെല്ലാവരും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. 19-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്ന നാം കടക്കാരായിരിക്കുന്ന 3-ാമത്തെ ഘടകം കാണുന്നു. നമ്മിൽ
അധിവസിക്കുന്നവന് നാം കടപ്പെട്ടിരിക്കുന്നു. The verse 19 says that they indebted to the person who is inside us. നമ്മിൽ ആരോ അധിവസിക്കുന്നു. Somebody is dwelling inside us. ഈ വാക്യം പറയുന്നു അത് മറ്റാരുമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മിൽ And വസിക്കുന്നത്. this verse says it's none other than the Holy Spirit. ഇപ്പോൾ നാം ഇവിടെ ഇരിക്കുന്ന ഈ പ്രത്യേക ഫെസിലിറ്റി നമ്മുടെ സ്വന്തമല്ല. This facility that we are sitting here, it doesn't belong to us. ഇത് ഹാർവസ്റ്റ് ചർച്ച് ഓഫ് ഗോഡിന്റേതല്ല. It doesn't belong to Harvest Church of God. മറ്റാരുടേതോ. It belongs to somebody else. പക്ഷേ ഇതിന്റെ ഉടമസ്ഥന്, ആ യഥാർത്ഥമായ ഉടമസ്ഥന് ഇപ്പോൾ അവരുടെ സ്വാതന്ത്ര്യത്തിന് ഇത് ഉപയോഗിക്കാനോ ഇവിടെ കയറി വരുവാനോ പറ്റുകയില്ല. But the real owner is not permitted to come inside at his whims and fancy. കാരണം ഇത് ഹാർവസ്റ്റ് ചർച്ച് ഓഫ് ഗോഡിന് വേണ്ടി അവര് കൈമാറിയിരിക്കുന്നു. Because they have given the deed or they given the permission to Harvest Church of God. ഇതിന്റെ കൈവെപ്പ് അവകാശം ഇപ്പോൾ മറ്റവർക്കല്ല, ഹാർവസ്റ്റ് ചർച്ച് ഓഫ് ഗോഡിനാണ്. Now it actually belongs to Harvest Church of God and not to the real owner. നമ്മുടെ അനുവാദം കൂടാതെ അവർക്കിപ്പോൾ അകത്തു വരാൻ പറ്റില്ല. Without our permission, they will not be able to come inside. എന്നതുപോലെ നമ്മുടെ ഉള്ളിൽ കൈവപ്പ് അവകാശം വെച്ചിരിക്കുന്ന ആരോ അധിവസിക്കുന്നുണ്ട്. So the same way, somebody he owns us and he is inside us. ആരാണോ നമ്മിൽ വസിക്കുന്നത് നാം അവർക്കുള്ളവർ. Who dwells inside us, we belong to him. നാം ദൈവജനമാണെങ്കിൽ, വീണ്ടും ജനിച്ചവരാണെങ്കിൽ നമ്മിൽ വസിക്കുന്നത് മറ്റാരുമല്ല, ദൈവത്തിന്റെ If we പരിശുദ്ധാത്മാവാണ്. are born again people, it is none other than the Holy Spirit who dwells inside us. അതാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ശരീരം എന്താണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമാണ്. And that's the reason why Paul says that your body is a temple of the Holy Spirit. കാരണം ദൈവത്തിന്റെ ദാനമായി നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് നിങ്ങളിൽ, നമ്മിൽ വസിക്കുന്നു. Why? Because the Holy Spirit that is given to us dwells inside us. അതേ പ്രിയരെ, ദൈവത്തിന്റെ ദാനമായി നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് വസിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ആലയങ്ങളാണ് ഞാൻ നിങ്ങൾ. That means that we are the temples that God selected for His Holy Spirit to dwell in. ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. I want to ask you a question. ഇന്ന് ഭൂമിയിൽ ദേവാലയങ്ങളുണ്ടോ? Is there any churches or any buildings like that? Not churches, but temple of God. Temples of God. Are there any temples of God in this earth now? ദേവാലയങ്ങൾ ഭൂമിയിൽ നിന്നുണ്ടോ? Are there any temples in the earth now? എളുപ്പം പറഞ്ഞോളൂ, സമയം തീരെ കുറവാണ്, എളുപ്പം പോണം. ഉണ്ട്. ഉണ്ടെങ്കിൽ എത്ര? If there is, how many are there? Many of. രണ്ട് ദേവാലയങ്ങളാണ് ഇന്ന് ഭൂമിയിലുള്ളത്. There are two temples in this earth now. രണ്ട് There ദേവാലയങ്ങൾ. are two temples. നാം ഇപ്പോൾ കൂടി വന്നിരിക്കുന്ന ഈ സ്ഥലം ദേവാലയമാണോ? The place that we have gathered here, is this a temple? Temple of God. Is this a temple of God? അല്ല. No. ഇനിയും ഹാർവസ്റ്റ് ചർച്ച് ഓഫ് ഗോഡ് ഇതങ്ങ് വിലയ്ക്ക് വാങ്ങി ഇത് നമ്മുടെ പേരിൽ എഴുതപ്പെട്ടാൽ ഇത് ദേവാലയമാകുമോ? If Harvest Church of God buys this building and writes it in their name, will it then become the temple of God? ഇല്ല. No. നാം മറ്റൊരു സ്ഥലത്ത് പുതുതായിട്ട് ഒരു പ്ലോട്ട് വാങ്ങി, ഒരു ലാൻഡ് വാങ്ങി അവിടെ അടിസ്ഥാനമിട്ട് ഒരു ചർച്ച് ബിൽഡിംഗ് വലുതായിട്ട് പണിതുയർത്തിയാൽ അത് ദൈവാലയമായി മാറുമോ? We buy a plot and we construct a building there, and then will that become the temple of God either? ഇല്ല. No. പിന്നെന്താ ദേവാലയം എന്ന് പറഞ്ഞത്? And what is the temple of God? രണ്ട് ദേവാലയങ്ങൾ. There are only two temples. ഇപ്പോൾ ഒന്നാമത്തെ ദേവാലയമാണ് ഇപ്പോൾ നാം വായിച്ച 1 കൊരിന്ത്യർ 6:19 വാക്യത്തിലുള്ളത്. Corinthians chapter 6 verse 19 says about one temple. അവിടെ പറയുന്ന ദേവാലയം ഏതാണ്? What temple is that? നമ്മുടെ ശരീരം, Our body. ഹൃദയം കൊണ്ട് മാത്രം ഒതുക്കരുത്. Don't limit that in your hearts. പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിൽ മാത്രം, ഒരു സ്ഥലത്തിൽ മാത്രം ഒതുക്കരുത്. Don't limit the Holy Spirit inside your heart only. നമ്മുടെ ശരീരത്തിൽ എവിടെയെല്ലാം ജീവന്റെ കോശങ്ങളുണ്ടോ അവിടെയെല്ലാം ദൈവാത്മാവിന്റെ വാസം ഉണ്ടായിരിക്കണമെന്നാണ് ദൈവത്തിന്റെ ഹിതം. God wants us to have His Holy Spirit to dwell in every single cell that is life in our body. സ്തോത്രം.
രണ്ടാമത്തെ ദേവാലയം ഏതാണ്? Which is the next temple? അതുകൊണ്ട് ചൂണ്ടിക്കാട്ടിയിട്ട് മുൻപോട്ട് പോകാം. I want to point that out before I proceed further. 3 അധ്യായം പുറകോട്ട് വരാം. 3-ാം അധ്യായത്തിലേക്ക്. Let's come to the 3rd chapter of 1 Corinthians, 16-ാമത്തെ വാക്യം. verse 16. ആകയാൽ എന്റെ അനുകാരികളാകുകയും എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. Yeah. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം അഥവാ ആലയം എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ So അറിയുന്നില്ലേ? you realize that all of you together are the temple of God and that the Spirit of God lives in you. ഈ ട്രാൻസ്ലേഷൻ കുറച്ചുകൂടെ എളുപ്പം മനസ്സിലാക്കുന്ന ട്രാൻസ്ലേഷൻ. All of us together. ഇവിടെ പറയുന്ന നിങ്ങൾ, മലയാളത്തിൽ രണ്ടിടത്തും നിങ്ങൾ എന്നാണ്, എന്നാൽ 3:14 പറയുന്ന നിങ്ങൾ വ്യക്തികളെ, ഒരു വ്യക്തിയെയല്ല, ദൈവസഭയെ ആകമാനം, അതാണ് യു ടുഗദർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവസഭ ദൈവത്തിന്റെ മന്ദിരമാണ്. That means all of you collectively together are the temple of the Holy Ghost. 6:19 പറഞ്ഞത് ഓരോ വിശ്വാസിയും വ്യക്തിപരമായും ദൈവത്തിന്റെ ആലയങ്ങളാണ്. 6:19 says that individually every single person is a temple of the Holy Ghost. എന്റെ കൂടെ നിങ്ങൾ വരുന്നുണ്ടല്ലോ? I hope you are with me. ഈ 2 ആലയങ്ങൾ മാത്രമാണ് ഇന്ന് ഭൂമിയിൽ ദൈവത്തിനുള്ളത്. Only these 2 temples are here in the earth that belongs to God. ഒന്ന്, രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന്റെ ഓരോ വ്യക്തികളുടെയും ശരീരം. 2, അങ്ങനെയുള്ള വ്യക്തികൾ കൂടി വരുന്ന ദൈവത്തിന്റെ സഭ. Number 1 is an individual born again believer, and the second one is the born again believers collectively together when they come together. ഇതല്ലാതെ ഒരു ആലയവും ദൈവത്തിന് ഉലകത്തിൽ ഇന്നില്ല. Other than these 2, there are no other church or temple for God in this earth. മനസ്സിലാക്കണമേ, ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത്, സ്തോത്രം, ഈ ഭൂമിയിൽ കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും ഒക്കെ ഉണ്ടാക്കപ്പെട്ട ക്ഷേത്രങ്ങളല്ല. The temple of God doesn't mean that is a building that we have erected with the stones and bricks. ദൈവം വസിക്കുന്ന ആലയമാകണമെങ്കിൽ കുറഞ്ഞത് 3 യോഗ്യതകൾ ഉണ്ടായിരിക്കണം. If it's a temple where God must dwell, it should have 3 things. എന്തൊക്കെയാണത്? And what should be that? ഒന്ന്, Number 1, അത് മനുഷ്യന്റെ കൈകളാൽ നിർമ്മിതമാകുവാൻ പാടില്ല. it should not be made by the hands of God, of a man. അതായത് അത് ദൈവത്തിന്റെ കരങ്ങളാൽ തന്നെ നിർമ്മിതമായിരിക്കണം. That means it should be created by God himself. 2, Number 2, അതിന് ജീവൻ it ഉണ്ടായിരിക്കണം. should have life. ജീവൻ മാത്രം പോരാ, Not only life, മൂന്നാമത് ആത്മാവും കൂടെ വേണം. and thirdly it should have the spirit. ഒരുമിച്ച് പറഞ്ഞാൽ ദൈവത്തിന്റെ കൈകളാൽ നിർമ്മിക്കപ്പെട്ടതും ജീവനും ആത്മാവും ഉള്ളതുമായ എന്തിലെങ്കിലും മാത്രമേ ദൈവം വസിക്കുന്നുള്ളൂ. അങ്ങനെയുള്ളവ മാത്രമേ ദൈവത്തിന്റെ ആലയങ്ങളായിരിക്കുന്നുള്ളൂ. God dwells in only that which is created by God, and that has a body and a soul and that has life. അതുകൊണ്ടാണ് ലോക താത്വികതയുടെ തലസ്ഥാന നഗരിയിൽ നിന്നുകൊണ്ട് പൗലോസ് പ്രസംഗിച്ചപ്പോൾ വ്യക്തമായി ആ കാര്യം പറഞ്ഞത്. And that's the reason why he declared these things when he was talking from the capital city of the philosophers of then. ഗ്രീസിൽ നിന്നുകൊണ്ട് പൗലോസ് ആ കാര്യം പറഞ്ഞു. From Greece only he talked about this. ഏഥൻസ്, അഥേനയിൽ നിന്നുകൊണ്ട് ആ കാര്യം പറഞ്ഞു. From Athens he said this. വിശ്വ ദാർശനികനായ സോക്രട്ടീസിന്റെ നാട്ടിൽ നിന്നുകൊണ്ട് ആ കാര്യം പറഞ്ഞു. And from the land of Socrates he declared this. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിലേക്ക് വരുമോ? We come to Acts chapter 17 24 മുതൽ വായിച്ചോളൂ. and verse 24 onwards. ആ, ആകയാൽ കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. He doesn't dwell in man-made buildings. ബാക്കി നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. We can read the rest later on. മനുഷ്യന്റെ കൈകളാൽ നിർമ്മിതമായ പള്ളിയോ അമ്പലമോ മോസ്കോ എന്തായിരുന്നാലും ഒന്നിലും ദൈവം വസിക്കുന്നില്ല. Whether it's a temple, a mosque or a church, any man-made building, God will not dwell in that. അതിന് ഏത് ചർച്ചിന്റെ പേര് എഴുതി വെച്ചാലും അത് ദേവാലയമാകുകയില്ല. No matter what church's name you inscribe on that, it will not be considered as a temple of God. അതിന് അടിസ്ഥാനം എത്ര വലിയ പാസ്റ്റർ ഇട്ടാലും അതിന്റെ ഡെഡിക്കേഷൻ എത്ര വലിയ ബിഷപ്പ് നടത്തിയാലും അത് No ദേവാലയമാകുന്നില്ല. matter who laid the foundation of that building, no matter who did the dedication, it will not become a
ദൈവത്തിന്റെ കൈകളാൽ നിർമ്മിതമായതും ആത്മാവും ജീവനും ഉള്ളതുമായ വ്യക്തികളിൽ അല്ലാതെ മറ്റൊന്നിലും ദൈവത്തെ അധിവസിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. Nobody can forbid God to dwell in anything other than something that has life and that has a soul and life. അങ്ങനെയെങ്കിൽ ഈ മൂന്ന് യോഗ്യതകളുമുള്ള എന്തൊക്കെ ഉലകത്തിലുണ്ട്? In that case, how many things are these three qualities? ദൈവം കൈകളാൽ നിർമ്മിച്ചത്, God created by His hands, ജീവനും ആത്മാവും ഉള്ളത്, അങ്ങനെയുള്ള എന്തൊക്കെ ഉണ്ട് ഇവിടെ? something that has life and soul. How many of such things you can see in this world? മനുഷ്യനല്ലാതെ വേറെ ആരില്ല. It is man and nothing else. മറ്റുള്ളതിനെ എല്ലാം ദൈവം തന്റെ വായിലെ വാക്കുകൾ കൊണ്ടാണ്, ശബ്ദം കൊണ്ടാണ്, വചനം കൊണ്ടാണ് ഉണ്ടാക്കിയത്. Everything else by His word He created. എന്നാൽ ദൈവം തന്നെ കൈകളാൽ നിർമ്മിച്ചത് മനുഷ്യനെ But മാത്രം. with His hands He created man. ആത്മാവും ജീവനും കൂടെ ഉള്ള ഒരു പ്രാണി ഉണ്ടെങ്കിൽ അതും മനുഷ്യൻ മാത്രം. Only man has both life and soul. അതുകൊണ്ടാണ് ചില ചിന്തകന്മാര് ഒരു ചോദ്യം And ചോദിക്കുന്നത്. that's the reason why some thinkers they pose this question. കുരങ്ങനെ പോലിരിക്കുന്ന മനുഷ്യനും മനുഷ്യനെ പോലിരിക്കുന്ന കുരങ്ങനും തമ്മിൽ എന്താ വ്യത്യാസം? What is the difference between the monkey that looks like a man and a man who looks like a monkey? എന്താ വ്യത്യാസം? What is the difference? ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. പ്രധാനമായിട്ടും സനാതനനായ ദൈവത്തെ കുറിച്ചും സനാതനമായ ജീവനെ കുറിച്ചുമുള്ള ബോധം കുരങ്ങനില്ല, പക്ഷേ മനുഷ്യനുണ്ട്. The only difference is that the person who knows about the eternal God and about eternity is man, only man. കാരണം ദൈവത്തിന്റെ അംശമായ ആത്മാവ് മനുഷ്യരിൽ മാത്രമേ ഉള്ളൂ. Why? Because that part of God which is the soul is only in man. ബാക്കിയുള്ളവയ്ക്കെല്ലാം ജീവനുണ്ട്, ആത്മാവ് നമുക്ക് മാത്രം. Other beings have life, but it doesn't have soul. അതുകൊണ്ട് ദൈവം കൈകളാൽ നിർമ്മിച്ചതും ആത്മാവും ജീവനുമുള്ളതായ മനുഷ്യരിൽ മാത്രമേ ദൈവം വസിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള മനുഷ്യരുടെ ശരീരങ്ങളെ മാത്രമേ ദൈവം തന്റെ ആലയമായി സ്വീകരിക്കുന്നുള്ളൂ. So God dwells only in that He has created and which has life and soul, and only such beings He considers as His temples. അതുകൊണ്ടാണ് ഈ സത്യം അറിയാവുന്നവർ സഭാഹോളിൽ വന്നാലും സ്വന്തം ബിൽഡിംഗ് ആയാലും ഇത് ദൈവത്തിന്റെ ആലയമാണെന്ന് പറയാത്തത്. And that's the reason why when we gather together in a big building, we don't say this belongs to God. ആ ബിൽഡിംഗ് ഒന്നും തമ്പുരാന് വേണ്ടിയല്ല ഉണ്ടാക്കുന്നത്, നമുക്ക് കൂടി വരാൻ വേണ്ടിയാ. Those buildings are not made for God, but only for us to come together. അങ്ങനെയുള്ള യാതൊന്നും നമ്മുടെ ദൈവത്തിന് കൂടി വരാനും വസിക്കാനും വേണ്ടി വേണ്ട. God doesn't want such things to dwell. കാരണം അങ്ങനെയുള്ള ഒന്നിലും ദൈവത്തെ ഒതുക്കാനും പറ്റുകയില്ല. Because we cannot limit God in such things. അങ്ങനെയുള്ളവയിലൊന്നും ദൈവം വന്ന് കൂടിയിരിക്കുന്നവനല്ലതാണ്. Not only that, God is not going to come down and stay there. എന്നാൽ മണ്ണ് കൊണ്ട് മെനയപ്പെട്ട ഇയ്യോബിന്റെ പുസ്തകത്തിലെ ഭാഷയിൽ പറഞ്ഞാൽ പൊടിയിൽ നിന്നും ഉത്ഭവിച്ച് മൺപുരകളിൽ പാർത്ത പുഴുപോലെ ചതഞ്ഞു പോകുന്ന മനുഷ്യരായ നമ്മുടെ മർത്യ ശരീരങ്ങളിൽ മേൽ അത്യുന്നതനായ ദൈവത്തിന് തന്റെ ആലയമായി വസിക്കുവാൻ പ്രസാദം തോന്നി എന്നെയും നിങ്ങളെയും അതിനുവേണ്ടി തിരഞ്ഞെടുത്തതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Now the book of Job says that we who are created from dust, we who live in hearts that's made by dust, but He wants to reside in us, and I thank God for that. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു നിർവചനം, ഡെഫിനിഷൻ ആണ് മനുഷ്യന് വേണ്ടി ഇയ്യോബിന്റെ പുസ്തകത്തിലുള്ളത്. In the book of Job it gives a good interpretation or definition of man. അതാ ഞാൻ പറഞ്ഞത് 4:19. It's in the book of Job chapter 4 verse 19. പൊടിയിൽ നിന്നും ഉത്ഭവിച്ച് മൺപുരകളിൽ പാർത്ത പുഴു പോലെ ചതഞ്ഞു പോകുന്ന മനുഷ്യൻ. How about those people made of clay? They are made of dust, crushed as easily as a moth. അങ്ങനെയുള്ള നമ്മിൽ ദൈവത്തിന് വസിപ്പാൻ ഇഷ്ടം തോന്നി. And He was pleased to dwell in a person like that. ആ ദൈവം നമ്മുടെ ശരീരങ്ങളെ തന്റെ ആലയമാക്കി തീർത്തിരിക്കുന്നു. That God has made this earthen vessel as His dwelling place. നമ്മുടെ ശരീരങ്ങളെ ദൈവം തന്റെ ആലയമാക്കി നമ്മിൽ അവൻ അധിവസിക്കുന്നതുകൊണ്ട് പ്രിയരെ, നാം നമുക്കുള്ളവരല്ല, നമ്മിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനുള്ളവരാണ്. And because His Spirit resides in us, dwell inside us, we don't belong to us, we belong to Him. നാം ആ പരിശുദ്ധാത്മാവിനോട്, ആ ത്രിയേക ദൈവത്തോട് വല്ലപ്പോഴുമെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, എന്നിൽ വസിക്കുന്ന ദൈവമേ, ഞാൻ എന്റെ വകയല്ല, എന്നിലെ അധിവാസം നിമിത്തം ഞാൻ അങ്ങേക്ക് അവകാശപ്പെട്ടവൻ, ഞാൻ അങ്ങേക്ക് അവകാശപ്പെട്ടത്. Have we ever said, the Holy Spirit who resides inside me, I don't belong to myself, I belong to you.
നമ്മുടെ വീട്ടിൽ തന്നെ ഒരു നമ്മുടെ കുടുംബത്തിൽ പെടാത്ത ഒരാൾ വന്നാൽ നാം എത്ര മാന്യമായിട്ട് പെരുമാറുക. If somebody comes to our house that don't know who is a guest, how we behave to that person? അങ്ങനെയെങ്കിൽ അത്യുന്നതനായ ദൈവം നമ്മിൽ വസിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം? If that's the case, if the heavenly God, if it dwells inside us, how should we conduct our life? കേവലം നമ്മുടെ പെരുമാറ്റം പോരാ, നമ്മുടെ സ്വഭാവം തന്നെ മാറേണ്ടതല്ലേ? Our very character itself must be changed. നാം പലപ്പോഴും നന്നായി പെരുമാറുന്നവരാണ്, എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പെരുമാറ്റത്തിനല്ല നമ്മുടെ സ്വഭാവത്തിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. Many times we know how to deal with people, but that's not what the Holy Spirit is interested in. He wants us to change our character. ഈ ഞായറാഴ്ചയും സങ്കീർത്തനത്തിൽ നിന്ന് നാം കേട്ടു. This Sunday also we heard from the Psalms. മനുഷ്യരാണെങ്കിൽ മറ്റുള്ളവരുടെ നടപ്പ് അല്ലെങ്കിൽ ജീവിതം അല്ലെങ്കിൽ പ്രവൃത്തി ശ്രദ്ധിക്കും. We human beings, we look into other people's lives and we judge them. അല്പവും കൂടെ കൂലങ്കഷമായി ചിന്തിക്കുന്നെങ്കിൽ പ്രവൃത്തി മാത്രമല്ല വാക്കുകളും കൂടെ ശ്രദ്ധിക്കും. Not only the way they work, but also their words. പക്ഷേ ദാവീദിന് ഒരു കാര്യം മനസ്സിലായി, എന്റെ നടപ്പും എന്റെ ജീവിതവും എന്റെ വാക്കുകളും മനുഷ്യർ ശ്രദ്ധിക്കുമ്പോൾ മനുഷ്യർക്ക് ശ്രദ്ധിക്കാൻ കഴിയാത്ത മറ്റൊരു മണ്ഡലമുണ്ട്, എന്റെ ചിന്തകൾ, എന്റെ ധ്യാനം. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമാകുമായിരുന്നു. David knew that other human beings will be able to see what I am doing, they will be able to hear what I am saying, but God only can hear my thoughts. And that's the reason why he said, he who can know the meditation of my heart. അത് ഞായറാഴ്ച നന്നായിട്ട് കേൾക്കുകയുണ്ടായി. And we heard that from the pastor on Sunday. അതുപോലെ നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ബാഹ്യമായ ജീവിത രീതികൾ മനുഷ്യർ കാണുമ്പോൾ ദൈവം വിലയിരുത്തുന്നത് നമ്മുടെ ആന്തരികമായ സ്വഭാവത്തിന്. When others see how we deal with people and how we work, God sees our inner man. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു എന്ന ബോധമുണ്ടെങ്കിൽ പ്രിയരെ, നന്നായി പെരുമാറുക മാത്രമല്ല നമ്മുടെ സ്വഭാവത്തിൽ തന്നെ നമുക്ക് രൂപാന്തരപ്പെടുത്താം. If we know that the Holy Spirit is dwelling inside us, it's not only the way we deal with others, but we must be careful about our character. ദൈവം നമ്മുടെ പെരുമാറ്റം അനുസരിച്ചല്ല, നമ്മുടെ സ്വഭാവം അനുസരിച്ചാണ് നമ്മെ വിധിക്കുന്നത്. God is going to judge us not the way we deal with others, but He is going to deal with the way our character is. ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു. The Holy Spirit is dwelling inside us. നമ്മിൽ അധിവസിക്കുന്നതിനാൽ നമുക്കുള്ളവരല്ല, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ. And because of that, we don't belong to us, but we belong to Him who dwells inside us, the mighty, awesome Holy Spirit. Praise the Lord. ഒന്ന്, നമ്മെ സൃഷ്ടിച്ചത് നിമിത്തം നാം ദൈവത്തിലുള്ളവരാണ്. Number one, because He created us, we belong to God. രണ്ട്, നമ്മെ തിരഞ്ഞെടുത്തത് നിമിത്തം നാം ദൈവത്തിലുള്ളവരാണ്. Number two, because we are selected by Him, we belong to Him. മൂന്ന്, നമ്മിൽ അധിവസിക്കുന്നത് നിമിത്തം നാം നമുക്കുള്ളവരല്ല, നമ്മിൽ വസിക്കുന്ന ദൈവാത്മാവിലുള്ളവരാണ്. Number three, because the Holy Spirit dwells inside us, we don't belong to ourselves, but we belong to Him. നാലാമത്തെ കാര്യം, Number four, മടങ്ങി അതേ വാക്യത്തിലേക്ക് we വരും. can come to the same verse. 6:19 6:19 1 Corinthians. അവിടെ രണ്ടാമത്തെ ഭാഗത്തിൽ നാം കാണുന്നുണ്ട്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? The second part says that because you are purchased, you don't belong to yourself. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല. Because you are purchased, you don't belong to yourself. നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. We are purchased. സ്തോത്രം. നാം കേവലം സൃഷ്ടിക്കപ്പെട്ടവർ മാത്രമല്ല, നാം വാങ്ങപ്പെട്ടവരും കൂടെയാണ്. We are not just created beings, but we are purchased beings too. ദൈവം നമ്മെ നോക്കിക്കൊണ്ട് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. God looks us and says two things. ആത്യന്തികമായ രണ്ട് കാര്യങ്ങൾ. Two mighty things. ഒന്ന്, ഞാൻ നിന്നെ എനിക്ക് വേണ്ടി സൃഷ്ടിച്ചു. Number one, I created you for me. രണ്ട്, ഞാൻ നിങ്ങളെ എനിക്ക് വേണ്ടി വിലയ്ക്ക് വാങ്ങി. Number two, I purchased you for me. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചപ്പോൾ അതിന് വില കൊടുത്തിരുന്നില്ല. When I created you, I didn't pay any price for that. ദൈവം നമ്മെ സൃഷ്ടിച്ചതിന് ദൈവത്തിന് ഒരു ഛേദവും നഷ്ടവും ഉണ്ടായില്ല. God did not lose anything when He created us. ദൈവത്തിന് ഒരു മുടക്കം ഉണ്ടായില്ല. He didn't have to invest nothing. ദൈവം ഒരു മുതലും മുടക്കിയല്ല മാനവകുലത്തെ തനിക്ക് വേണ്ടി സൃഷ്ടി ചെയ്തു. God did not make any investment in liquid terms when
when he created man. പക്ഷേ ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയപ്പോൾ ഒരു വലിയ വില കൊടുത്തിട്ടാണ് നമ്മെ വിലയ്ക്ക് But when he വാങ്ങിയത്. purchased us, he gave a mighty awesome price for us. ഒരുപക്ഷേ സൃഷ്ടിപ്പ് നോക്കിയാൽ നമുക്ക് വലിയ വില കാണുകയില്ല. When we look at creation, it doesn't have much value. കാരണം നമ്മൾ പറയും മണ്ണ് കൊണ്ടുണ്ടാക്കിയെന്നല്ലേ ഉള്ളൂ പോട്ടെ. We will say it is created from dust only. അത് ഉണ്ടാക്കിയവനും മുടക്ക് മുതലൊന്നും ഇല്ലാത്തത് കൊണ്ട് പോയാലും വലിയ നഷ്ടമില്ല. Because he didn't invest he had any liquid investment in that, it's okay. പക്ഷേ ഇന്ന് നമുക്കത് പറയാൻ But സാധിക്കില്ല. now we cannot say that. കേവലം നാം മണ്ണ് കൊണ്ട് ഉണ്ടാക്കപ്പെട്ടവരാണെങ്കിലും നാം മറ്റെന്തുകൊണ്ടോ വാങ്ങപ്പെട്ടവരാണ്. Even though we are created from the dust, we are purchased with something else. ഒരു വലിയ വില നമ്മെ വാങ്ങുവാൻ വേണ്ടി കൊടുക്കേണ്ടി വന്നു. A big price was given to purchase us. ഒരുപക്ഷേ നാം ചിന്തിക്കുന്നതിലും അധികമാണ് ആ വില. That price is we can't even fathom that even in our wildest imaginations. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ ഇനി നിങ്ങളെ സ്വന്തമല്ല. And so the apostle says that because you are purchased, you don't belong to yourself. പ്രിയരെ, നാം അത് കുറഞ്ഞപക്ഷം കണ്ണാടിയിൽ നോക്കുമ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ, അയ്യോ ഇത് എന്റെ സ്വന്തമല്ലല്ലോ എന്ന്. Whenever you look in the mirror, at least do you say, hey, this doesn't belong to me? ഇന്ന് തന്നെ നാം എത്ര പ്രാവശ്യം കണ്ണാടിയിൽ നോക്കി? Today, how many times you might have looked in the mirror? ആർക്കറിയാം പലരുടെയും ബൈബിളിനകത്ത് കണ്ണാടി ഉണ്ടോ? I don't know how many people may be carrying the mirror in their Bibles. ചിലപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നോക്കുമോ ആർക്കറിയാം. I don't know if you might be looking in the mirror when you are sitting here. കാരണം അങ്ങനെ ഒരു കാലം വന്നു കഴിഞ്ഞു. Because times have changed. എന്നാൽ നാം നോക്കിക്കൊണ്ട് പറ, ഈ മുഴുവൻ ആളത്വവും ഇതിനകത്തിരിക്കുന്ന എന്റെ ആത്മാവും എന്റേതല്ല, കാരണം മറ്റാരോ ഇതിനു വേണ്ടി മുതൽ മുടക്കിയിട്ടുണ്ട്. Look unto yourself and say, me, myself, and the soul inside me, it doesn't belong to me. Somebody else has purchased it. ആരാണ് നമ്മെ വിലയ്ക്ക് വാങ്ങിയത്? Who purchased us? ആരാണ് നമ്മെ വിലയ്ക്ക് വാങ്ങിയത്? Who purchased us? Come on, നിങ്ങൾ കൂടെ സഹകരിക്കൂ. ബൈബിൾ ക്ലാസ് പ്രസംഗമല്ല. Bible class or corporate. ഓക്കേ, യേശു കർത്താവ് നമ്മെ വിലയ്ക്ക് വാങ്ങി. Jesus Christ purchased us. എന്തോ വില കൊടുത്തു? What price did he pay? എന്തോ? ജീവൻ, രക്തം, His life, his blood. പോരാ, പോരാ, himself means ജീവൻ, പോരാ. ഞാനൊരു ചോദ്യം ചോദിക്കാം. Let me ask you a question. ഈ കാര്യങ്ങൾ ചിലപ്പോൾ സുവിശേഷം പ്രസംഗിക്കുന്ന സകലത്തും ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ സകലത്തിൽ ഞാൻ ആവർത്തിച്ചു പറയാറുണ്ട്. This thing I repeat whenever I preach about Christ. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇനി ആവർത്തിച്ചും കേൾക്കാൻ പറ്റും ഈ കാര്യം. So I might be repeating this again. ഒരു ചോദ്യം ചോദിക്കാം. I'm going to ask a question. എന്താണ് നമുക്ക് വലിയ കാര്യം, ഏറ്റവും വലിയ അത്ഭുതം? രണ്ട് ഓപ്ഷൻ തരാം. യേശുവിന്റെ മനുഷ്യ ജനനമാണോ അതോ യേശുവിന്റെ പുനരുത്ഥാനമാണോ? Which is the greatest miracle? Is his incarnation or his resurrection? എന്തോ? എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ അത്ഭുതം യേശുക്രിസ്തുവിന്റെ മനുഷ്യജന്മമാണ്. To me, it is his incarnation is the greatest miracle. പുനരുത്ഥാനം എന്നെ സംബന്ധിച്ച് അത്ഭുതമല്ല. Resurrection is not a great miracle as far as I am concerned. എന്തുകൊണ്ടാണെന്ന് പറയാമോ? You know why? യേശുക്രിസ്തു ദൈവപുത്രനാണ്. Because Jesus is Son of God. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. Complete man and complete God. തന്റെ മനുഷ്യത്വത്തിൽ അവൻ മരിച്ചു. And he died as a man. പക്ഷേ അവന്റെ ദൈവത്വത്തിൽ അവൻ ഉയർക്കണമായിരുന്നു. And in godliness he had to resurrect anyway. ഉയർത്തില്ലായിരുന്നെങ്കിലേ എനിക്ക് അത്ഭുതമുള്ളായിരുന്നു. It would have been a miracle to me had he not resurrected. സംശയം ഉണ്ടെങ്കിൽ പൗലോസിന്റെ വാക്കുകൾ നിങ്ങൾ പിന്നെ വായിച്ചു നോക്കിക്കോണം. റോമാലേഖനം 1:1-3 വരെ. Romans chapter 1 from 1 through 3 you can read and you can see what Paul says. 1-5 വരെയാണെന്ന് തോന്നുന്നു. 1 through 5. അവിടെ പൗലോസ് അവിടെ പറയുന്നുണ്ട്, ജഡപ്രകാരം അല്ലെങ്കിൽ ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായിട്ട് അല്ലെങ്കിൽ വംശത്തിൽ ജനിച്ചു. പക്ഷേ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് മരിച്ചവരുടെ ഇടയിൽ നിന്ന്
ശക്തിയോടെ എന്ത് ചെയ്തു തെളിയിച്ചു എന്നാണ് It എഴുതിയിരിക്കുന്നത്. says in his earthly life he was born into King David's family line, and he was shown to be the Son of God when he was raised from the dead by the power of the Holy Spirit. യേശുവിനെ ദൈവപുത്രനായി വിശ്വസിക്കാത്തവർക്കാണ് അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ലാത്തവർക്കാണ് യേശുവിന്റെ പുനരുത്ഥാനം അത്ഭുതമായിരിക്കുന്നത്. It is to the unbelievers that the resurrection is a big miracle. അതൊക്കെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. Let me say something else. യേശുവിന്റെ പുനരുത്ഥാനം രണ്ട് കാര്യങ്ങൾക്ക് തെളിവാണ്. ഒത്തിരി കാര്യങ്ങൾക്കുണ്ട്, പ്രധാനമായും രണ്ട് കാര്യങ്ങൾക്ക് തെളിവാണ്. The resurrection of Jesus gives the proof to two things. ഒന്ന്, യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തിന് തെളിവാണ്. Number one, that he is godly, he is Christ for God's Son. അതാണ് നാം ഈ ഭാഗത്ത് കണ്ടത്. And that's what we read here. രണ്ടാമത്, യേശു ക്രിസ്തുവിന്റെ ന്യായാധിപത്യത്തിന് തെളിവാണ്. And also it shows that he is the judge. ആവർത്തിച്ചോട്ടെ. Let me repeat that. ഒന്ന്, യേശു ക്രിസ്തു ദൈവമാണെന്നതിന്റെ തെളിവാണ് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. Number one, that God, Jesus is God, and the proof is that he is resurrected. രണ്ട്, യേശു ക്രിസ്തു ന്യായം വിധിക്കുന്ന സർവരുടെയും ന്യായാധിപനാണെന്നതിന് തെളിവാണ്, അല്ലെങ്കിൽ ന്യായവിധി ഉണ്ടെന്നതിന് ഗ്യാരണ്ടിയാണ് യേശുവിന്റെ ഉയർപ്പ്. Number two, that he is the judge of everything, and it also shows that there is a judgment day, and that shows in the resurrection of Jesus. ഞാൻ പറഞ്ഞത് ശരിയാണോ? Am I correct? ഇല്ലെങ്കിൽ ഒന്ന് വായിച്ചിട്ട് Otherwise, please read it. സംശയം വെച്ചേക്കണ്ട. അപ്പോസ്തല പ്രവർത്തികൾ 17 നമ്മൾ മുമ്പ് വായിച്ച അതേ അധ്യായം, Acts chapter 17. അതേ പ്രസംഗത്തിൽ പൗലോസ് പറഞ്ഞു, In the same preaching, Paul says, 31 വാക്യത്തിൽ, verse 31. ദൈവം നിയമിച്ച പുരുഷൻ മുഖാന്തരം അതെ ആ പുരുഷനായ യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ യേശുവിനെ ന്യായാധിപനായി ദൈവം നിയമിച്ചിരിക്കുന്നു എന്നതിന് ഗ്യാരണ്ടി ഉറപ്പും നൽകിയിരിക്കുന്നു. It's a guarantee that Jesus is appointed as a judge by God, for he was set a day for judging the world with justice by the man he has appointed, and he proved to everyone who this is by raising him from the dead. നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പിനും ഒക്കെ അത് യേശുവിന്റെ ഉയർപ്പ് അടയാളമാണെങ്കിലും ഞാൻ യേശുവുമായി ബന്ധപ്പെട്ട വിശേഷപ്പെട്ട രണ്ട് കാര്യങ്ങൾക്ക് ക്രിസ്തുവിന്റെ ഉയർപ്പ് പുനരുത്ഥാനം തെളിവായിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. I was just giving you the proof that Jesus is Son of God and he is resurrected. ഒന്ന്, തന്റെ ദൈവത്വത്തിന്. Number one, he is godly. രണ്ട്, ക്രിസ്തു ന്യായം വിധിക്കുമെന്ന്. And that he will be the judge. ഓക്കേ, മടങ്ങി വരുന്നു. Okay, let's come back. അതുകൊണ്ട് യേശു ക്രിസ്തു ഉയർത്തില്ലായിരുന്നുവെങ്കിൽ എനിക്ക് അത്ഭുതം ഉണ്ടായിരുന്നു. It would have been a wonder to me had he not resurrected. യേശുവിന്റെ ഉയർപ്പിനേക്കാൾ എനിക്ക് അത്ഭുതമായിരിക്കുന്നത്, മഹാത്ഭുതമായിരിക്കുന്നത് ദൈവം മനുഷ്യനായി പിറന്നു എന്നുള്ളതാണ്. The great wonder is that God became man. അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I don't know if it is a miracle to you. അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I don't know how far you are thinking about that. നമ്മൾ പലപ്പോഴും യേശുവിന്റെ ജീവൻ ബലി കൊടുത്തതിൽ മാത്രം അതിനെ ഒരു പരമകാഷ്ഠയായി കണ്ട് അങ്ങനെ പോവുകയാണ്. We always talk about the way Jesus Christ sacrificed his own life for us. പക്ഷെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം എന്ന് പറയുന്നത് നമ്മെ വിലയ്ക്ക് വാങ്ങുവാൻ വേണ്ടി നമ്മുടെ കർത്താവ് കൊടുത്ത വിലയുടെ ദൃശ്യമായ പരമകാഷ്ഠ മാത്രമായിരുന്നു. The visual expression of the way he purchased us was on the cross of Calvary. അതെ, കാൽവരി ക്രൂശ് എന്ന് പറയുന്നത് നമ്മോടുള്ള നമ്മെ വിലയ്ക്ക് വാങ്ങുവാൻ വേണ്ടി ക്രിസ്തു കൊടുത്ത വിലയുടെ ദൃശ്യമായ സ്പെക്ടാക്കുലർ ക്ലൈമാക്സ് ഓഫ് ദ പ്രൈസ് ഹി പെയ്ഡ് ഫോർ പർച്ചേസിംഗ് us. നമ്മെ വിലയ്ക്ക് വാങ്ങുവാൻ യേശു ക്രിസ്തു കൊടുത്ത വിലയുടെ ദൃശ്യമായ ഒരു പരമകാഷ്ഠ മാത്രമായിരുന്നു ക്രൂശ്. The visual expression of the climax of that experience was on the cross of Calvary. പക്ഷേ അതിലും വലിയൊരു വില എന്റെയും നിങ്ങളെയും വാങ്ങുവാൻ ക്രിസ്തു മുടക്കിയിട്ടുണ്ട്. But Jesus has paid a higher price than that to purchase you and me. അതേക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത്. That's exactly what Paul says in the book of Philippians chapter 2. നമുക്ക് നന്നായിട്ട് അറിയാം അതിന്റെ 5-ാമത്തെ വാക്യം മുതൽ പൗലോസ് പറയുന്ന കാര്യം. From verse 5 onwards what he says. പൗലോസ് പറയുന്നു, ക്രിസ്തു യേശുവിലുള്ള
അതിനിടയ്ക്ക് ഒരു വാക്കും കൂടെ ചേർത്താൽ കുറച്ചുകൂടെ ഒരു അക്ഷരം കൂടെ ചേർത്താൽ നമുക്ക് കുറച്ചുകൂടെ കാര്യം മനസ്സിലാകും. ക്രിസ്തു യേശുവിലുള്ള സ്വഭാവം തന്നെ നിങ്ങൾക്ക് You ഉണ്ടായിരിക്കും. must have the same attitude that Christ Jesus had. എന്താണ് ക്രിസ്തുവിനുണ്ടായിരുന്ന സ്വഭാവം? What was his attitude? 6-ാം വാക്യം മുതൽ പറയുന്നു, And verse 6 onwards it says that അവൻ ദൈവ രൂപത്തിലിരിക്കെ though he was God, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് he വിചാരിക്കാതെ did not think equality with God as something to cling to. പിന്നെ അവൻ എന്ത് ചെയ്തു? Instead, what did he do? തന്നെ ഒഴിച്ചു. He gave up his divine privileges. മനുഷ്യന്റെ സാദൃശ്യത്തിലും ദാസന്റെ രൂപത്തിലും അവനായി. He took the humble position of a slave and was born as a human being. എന്നിട്ട് കാൽവരി ക്രൂശിലെ മരണത്തോളം പിതാവിനോട് അനുസരണമുള്ളവനായി തീർന്നു. Humbled himself in obedience to God and died like a criminal. യേശു ക്രിസ്തു ദൈവമായിട്ടും അവന്റെ ദൈവത്വത്തിന്റെ മഹത്വം ഉപേക്ഷിച്ചിട്ട് ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി പിറന്നു. He did not cling to the privileges as a God, but he came down to the earth and became a man. നിങ്ങൾ പണങ്ങത്തിന് ഒരു കാര്യം പറയാം. Let me tell you something. If you want to annoy with me, നമുക്കൊക്കെ സഭാ ഹാളിൽ ചർച്ച് ഹാളിൽ വന്നാൽ ഇരിക്കാൻ ഒരു റിസർവ്ഡ് ഒരു സീറ്റ് ഉണ്ട്. we all have our own reserved seats when we come to the church hall. അത് ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ അവിടെ ഇരിക്കും. If there are people, if there are more people or not, we will still sit there only. ഇന്ന് നമ്മൾ ഇരിക്കുന്നത് That's exactly where we are all sitting now. ആ സ്ഥലത്തുനിന്ന് നിങ്ങളെ എഴുന്നേൽപ്പിച്ച് മറ്റൊരിടത്തേക്ക് ഇരിക്കാൻ ഞാൻ പറഞ്ഞാൽ ഉള്ളിൽ ഒരു ചെറിയ പ്രയാസം തോന്നും. If I ask you to sit in another seat, you probably won't like it. You may listen to me, but you probably won't like it. നമ്മുടെ വ്യക്തിത്വത്തിന്റെ പ്രശ്നമാണ്. It's the problem with our ego. ഞാൻ ഇരിക്കുന്നിടത്തൊന്ന് താഴെ ഇരിക്കാൻ പറഞ്ഞാൽ വിധം മാറും. And if I ask you to sit on the floor, things will change. ചിലപ്പോൾ ബൈബിൾ എടുത്തോണ്ട് നമ്മൾ വീട്ടിൽ പോയിരിക്കും. Probably you pick up your Bible and leave. നാം ഇരിക്കുന്നിടത്തു നിന്ന് അതേ സ്റ്റാറ്റസിലുള്ള ഇരിപ്പിടത്തിലേക്ക് മാറിയിരിക്കുവാനോ അതിനേക്കാൾ താഴെ ഒരു സ്ഥലത്തേക്ക് നീങ്ങിയിരിക്കുവാനോ നമുക്ക് മനസ്സില്ല. We don't want to shift into another seat, or if we are asked to sit on the floor, we don't do that. നാം ആരാ? Who are we? എടുക്കുന്ന ശ്വാസം തിരിച്ചു വിടുവാൻ ശക്തിയില്ലാത്തവർ. A person who doesn't have the strength to give that breath back. അടുത്ത നിമിഷത്തിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുമെന്ന് ഗ്യാരണ്ടി പറയാൻ കഴിയാത്തവർ. There is no guarantee that we will be able to breathe again. വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യൻ. And the word of God says that a person who has breath in his nose. കാരണം അതെപ്പോ പോകുമെന്നോ ഒരു പിടുത്തമില്ല. We don't know when that will leave us. അങ്ങനെയുള്ള മനുഷ്യരാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറാനോ നമ്മുടെ പദവിയിൽ നിന്ന് ഉണ്ടായിട്ടല്ല ഉണ്ടെന്ന് തോന്നുന്ന പദവിയിൽ നിന്ന് അല്പം ഒന്ന് മാറിയിരിക്കുവാൻ നമുക്ക് വയ്യാത്തത്. And such a man, because of his ego, is not willing to shift to another seat if called for. ആ പശ്ചാത്തലത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്നലെ നാം ചിന്തിച്ചതുപോലെ അനാദിയായും ശാശ്വതമായും ദൈവ മഹത്വത്തിന്റെ പൂർണ്ണതയിൽ വസിച്ചിരുന്ന സാക്ഷാൽ ദൈവമായവൻ എന്നെയും നിങ്ങളെയും വിലയ്ക്ക് വാങ്ങേണ്ടതിന് തന്റെ ദൈവത്വത്തെ അതിന്റെ മഹത്വത്തെ പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ട് നമ്മെ പോലെ അവൻ പാപജടത്തിന്റെ സാദൃശ്യത്തിലായി തീർന്നു. In that background, you think about this: the everlasting God, the eternal God, He became man for our sake. ഇനിയും നിങ്ങളൊന്ന് പറഞ്ഞേ, സ്വർഗത്തിലെ സ്ഥാനം ഉപേക്ഷിച്ചതാണോ അതോ ശരീരത്തിലെ ജീവൻ വിട്ടതാണോ കർത്താവ് നമുക്ക് വേണ്ടി കൊടുത്ത വലിയ വില? So what is the great price that Jesus paid for us, leaving everything that He had in heaven, or being a sacrifice on the cross? മഹത്വവും തേജസ്സും ഉപേക്ഷിച്ചിട്ട് നമ്മെ പോലെ ജഡത്തിൽ വെളിപ്പെട്ട് നഗ്നനായി പിറന്ന് നഗ്നനായി മരിച്ച യേശു ക്രിസ്തു എന്നെയും നിങ്ങളെയും സ്വന്തമാക്കുവാൻ നാം ഉദ്ദേശിക്കുന്നതിലും ഒരു വലിയ വില കൊടുത്തുവെന്ന് ഇന്ന് രാത്രിയിൽ നാം അറിയാതിരിക്കരുത്. This eternal God, He came naked and He was on the cross naked. He paid a big price to purchase you and me. Praise the Lord. യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ എത്ര മുറിവുകളുണ്ട്? How many wounds were there in Jesus' body? നമുക്കറിയാം, നാം പാട്ടും പാടാറുണ്ട്. We know and we sing like that. നെഞ്ചമതിൽ ചഞ്ചലങ്ങൾ ഒന്നും വേണ്ട, പഞ്ചമുറിവേറ്റനാഥൻ തഞ്ചമയിടും. യേശുവിന്റെ ശരീരത്തിൽ 5 മുറിവുകൾ. There were 5 wounds on Jesus' body. 2 കൈകളിലും
രണ്ട് കാൽപാദങ്ങളിലും വിലാപ്പുറത്തുമായി 5 മുറിവുകൾ. 2 in his hands and 2 in his feet and 1 on his side. തിരുവത്താഴത്തിന് നാം പാടാറുണ്ട് 5 കായങ്ങൾ വഴിയായി പാഞ്ഞെത്തിരു രക്തമേ. And we sing that song during the Lord's Supper. അർത്ഥം മനസ്സിലാക്കിയാണോ പാടുന്നതെന്ന് Do we എനിക്കറിയില്ല. truly understand the meaning when we sing these songs? അല്ലെങ്കിൽ പാടല്ലേ? Otherwise, please don't sing. സ്തോത്രം. 5 മുറിവുകൾ. 5 wounds. ചോദിക്കട്ടെ, നിത്യതയിൽ ഈ മുറിവുകൾ കാണോ? Let me ask you something. In eternity, will you be able to see these wounds? ഉണ്ട്. Yes. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിലും ഈ 5 മുറിവുകൾ Even in the ഉണ്ടായിരുന്നു. resurrected body of Jesus, these 5 wounds were visible. ഇനിയും നിത്യതയിലും യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ ഈ 5 മുറിവുകൾ And ഉണ്ടായിരിക്കും. in eternity also, these 5 wounds will be visible in his body. അതുകൊണ്ടാണ് നിത്യ മഹത്വത്തോടുകൂടെ യോഹന്നാൻ ഈ യേശുവിനെ കണ്ടപ്പോൾ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെ അവനെ കണ്ടത്. And that's the reason why John, when he was taken to heaven, he saw him as the slain lamb. അതുകൊണ്ടാണ് അവൻ മഹത്വത്തോടുകൂടെ തന്നെ വിശുദ്ധന്മാരുമൊത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവനെ കുത്തിയവരും അവനെ കാണുമെന്നും അവനെ നോക്കുമെന്നും അവനെ തിരിച്ചറിയുമെന്നും And എഴുതിയിരിക്കുന്നത്. that's the reason why it says that when he is going to come in his glory with the saints, those who pierced him, they will be able to see him with their own eyes. പ്രിയരെ, എനിക്കും നിങ്ങൾക്കും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുടക്കിയ മുതല് ഒരുപക്ഷെ നിത്യത കൊണ്ടുപോലും നമുക്ക് ആലോചിച്ച് തീർക്കുവാൻ കഴിയാത്തത്ര ഒരു വലിയ വിലയാണ് അവൻ നൽകിയത്. This price that he gave for us, we will not be able to fathom that even when we were in eternity. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ വിശ്വാസികൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചത്. And that's the reason why Paul, when he prayed for the Ephesians, he prayed like this. ഒന്നാം അധ്യായം 17, 18, 19 വാക്യങ്ങളിൽ Chapter 1, verse 17 and 18. അവിടെ പൗലോസ് പ്രാർത്ഥിക്കുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ ഒന്ന് നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരണം. That he will give you the spiritual wisdom and insight so that you might grow in your knowledge of God. രണ്ടാമത് പൗലോസ് പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനമിന്നതെന്നും അവന്റെ ബലത്തിന്റെ മല്ലഭത്വത്താൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും തിരിച്ചറിയുവാനും ഞാൻ പ്രാർത്ഥിക്കുന്നു. I pray that your hearts will be flooded with light so that you can understand the confident hope he has given to those he called, his holy people who are his rich and glorious inheritance. രണ്ടാം ഭാഗത്തിന്റെ രണ്ടാം പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം പൗലോസ് പറയുന്നു, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. So that your hearts will be flooded with light so that you can understand the confident hope he has given us. രണ്ടാം ഭാഗം പറയുന്നു, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം എന്തെന്ന് നാം തിരിച്ചറിയണം. The second part says his holy people who are his rich and glorious inheritance. നമുക്ക് എന്തു വിലയുണ്ട് സഹോദരങ്ങളെ? What is our price? നമ്മുടെ വില ത്വക്കിന്റെ നിറമനുസരിച്ച് നാം ഇടുമ്പോൾ ആമേൻ, നമുക്ക് മുടക്കിയ മുതലിന്റെ വിലയനുസരിച്ചാണ് സ്വർഗം നമുക്ക് വില വധിക്കുന്നത്. When we set the price of ourselves according to the color of our skin, God, he set the price as per the price he paid for us. ഞാനും നിങ്ങളും പരസ്പരം നമ്മുടെ പേരിനും മുൻപും പിൻപുമുള്ള നമ്മുടെ ഡെസിഗ്നേഷനും യോഗ്യതകളും വെച്ച് നാം വിലയിടുമ്പോൾ സ്വർഗം എനിക്കും നിങ്ങൾക്കും വിലയിടുന്നത് നമുക്ക് വേണ്ടി അവൻ മുടക്കിയ മുതലിന്റെ അടിസ്ഥാനത്തിലാണ്. When we judge others or when we set price among each other, we do that according to the degrees and according to the family background. God, he set that price according to the price he spent for us. എന്റെ കൂടെ നിങ്ങളുണ്ടോ? Hope you are with us. അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി. He purchased us. എന്താണ് വിലയായി നൽകിയത്? How did he purchase us? രണ്ട് എക്സ്ട്രീംസ് ആണ് നമുക്കുള്ളത്. We have two extremes. ഒന്ന്, സ്വർഗത്തിലെ തന്റെ മഹത്വം മുഴുവനും താൻ ഉപേക്ഷിച്ചു. Number one, he forsook all the glory that he had in heavens. സ്തോത്രം. സ്വർഗത്തിലും ഭൂമിയിലും ഒതുങ്ങാത്ത ദൈവം. God who cannot be limited both in heaven and in the earth. ഒരു കന്യകയുടെ ഗർഭപാത്രത്തിൽ തന്നെ ഒതുക്കി. He limited himself in the womb
of a virgin. മനസ്സിലാവുന്നുണ്ടോ? You understand that? സ്വർഗത്തിലും സ്വർഗത്തിലും നീ ഒതുങ്ങുകയില്ലല്ലോ, അടങ്ങുകയില്ലല്ലോ എന്ന് ശലോമോൻ ദേവാലയ പ്രതിഷ്ഠാവേളയിൽ പ്രാർത്ഥിച്ചു. Solomon was dedicating his temple. He prayed like this: "You cannot be contained in the heavens." ഇന്നലെ നാം കണ്ടതുപോലെ യെശയ്യാ 66 ദൈവം തന്നെ പറഞ്ഞു, സ്വർഗ്ഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠം. In Isaiah 66 we read that heaven is my seat and earth is my footstool. അങ്ങനെയുള്ള ഒരു ദൈവത്തിന് ദൈവം ചോദിക്കുകയാണ്, നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏത് വിധം? What kind of a temple you will build for me? അപ്പോൾ മുഴുവൻ അണ്ടകടാഹത്തിലും ഒതുങ്ങാത്ത ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങുന്നതിനായിട്ട് ഒരു കന്യകയുടെ ഉദരത്തിൽ തന്നെ ഒതുക്കി. God who cannot be contained in the earth or in the heavens, he limited himself in the womb of a virgin. ഓ പ്രിയരേ, കാൽവരിയിൽ അവൻ കൊടുത്ത വിലയേക്കാൾ അത് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ഉച്ചകോടിയായിരുന്നുവെങ്കിൽ അതിലും വലിയ വില ക്രിസ്തു നൽകിയത് മനുഷ്യനായി ഭൂമിയിൽ പിറന്നപ്പോൾ. Calvary was a visual climax of that, but the greatest price I think he paid was when he became man, after forsaking all the glory that he had in heaven. നമുക്ക് സുബോധമുള്ള എല്ലാ ശ്വാസത്തിലും ദൈവത്തോട് പറയണം, ഒരു വലിയ വില കൊടുത്ത് എന്നെ വാങ്ങിയ ദൈവമേ, ഞാൻ എന്റെ വകയല്ല, എനിക്ക് വേണ്ടി മുതൽ മുടക്കിയ അങ്ങയുടെ വകയാണ് ഞാൻ. And so in every breath that we take, we must say, God, I belong to you because you paid that big price for me. മറ്റാരും നമ്മെ വിലയ്ക്ക് വാങ്ങി. Nobody else has purchased us. മറ്റാരും നമുക്ക് വേണ്ടി മുതൽ മുടക്കിയില്ല. Nobody else has spent or invested anything for us. Praise the Lord. നാം ആർക്കുള്ളവരാണ്? Who do we belong to? നമ്മെ വിലയ്ക്ക് വാങ്ങിയവർ. To the one who purchased us. അങ്ങനെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ നാം എന്ത് ചെയ്യണമെന്നാണ് 20-ാം വാക്യം പറയുന്നത്. And verse 20 says what we must do if we are purchased. നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. You must be able to glorify with your own body. നമ്മുടെ ശരീരം കൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തും. We must honor God with our body. നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവം കൊണ്ടും നാം ദൈവത്തെ മഹത്വപ്പെടുത്തും. Every single organ of our body we must honor him. നമ്മുടെ തലമുടി നാരിഴ മുതൽ പാദത്തിന്റെ അടിയിലെ ത്വക്കിന്റെ കോശം വരെയുള്ള മുഴുവൻ അവയവങ്ങളും കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. Even from the hair of our head to the last cell of our feet, we should be able to honor him. എന്നാൽ പലപ്പോഴും നാം നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ നമ്മുടെ സുഖത്തിനും നമ്മുടെ മഹത്വത്തിനും മറ്റുള്ളവരുടെ സന്തോഷത്തിനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. Many times we use the organs of our body for our pleasure and for the joy of others. അരുത് പ്രിയരേ, അരുത്. No, don't do that. നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ നമ്മുടേതല്ല. Every organ that we have don't belong to us. നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവത്തിനു വേണ്ടി പോലും നമ്മുടെ ആത്മനാഥൻ ഒരു വലിയ വില കൊടുത്തു. Even the smallest organ of our body, he paid a big price. നാം ചിലപ്പോൾ ചോദിക്കും, തലമുടി ഇങ്ങനെ ചെയ്യുന്നതിന് എന്താ പ്രശ്നം? You may ask, if I comb my hair like this, what's the problem? മീശയോ താടിയോ പുരികമോ നഖമോ ത്വക്കോ ഇങ്ങനെ ചെയ്യുന്നതിന് എന്താ പ്രശ്നമെന്ന് നാം ചോദിച്ചേക്കാം. You may ask, what if I do all these things to my hair or my beard? വേറെ പ്രശ്നമൊന്നുമില്ല, ഒറ്റ കാര്യമുള്ളൂ, ഈ പൊഴിഞ്ഞു പോകുന്ന മുടിക്ക് വേണ്ടി പോലും എന്റെ ആത്മനാഥൻ വില കൊടുത്തതാ. You must know that for each and every, even for the falling hair, he paid a big price. അതുകൊണ്ടാണ് അവന്റെ താടി രോമങ്ങൾ പോലും നാണയത്തുട്ടുകൾ വെച്ച് 1, 2 എന്ന് പിഴുതെടുത്തത്. And that's the reason why they pulled out even his beard. യേശു ക്രിസ്തു ഒരു വലിയ വില എനിക്കും നിങ്ങൾക്കും വേണ്ടി നൽകി. Jesus Christ gave a big price for each and every one of us. നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ അതുകൊണ്ട് ഇനി നമ്മുടേതല്ല, നമ്മെ വിലയ്ക്ക് വാങ്ങിയ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി മാത്രമേ നാം ഉപയോഗിക്കാവൂ. And so every organ of our body they don't belong to us, and it must be used for his honor. ഞാൻ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് എന്റെ അധരങ്ങൾ, എന്റെ വായ, എന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം കൊണ്ട് എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ ആ ഭക്ഷണം കഴിക്കരുത്. If the food that I intake, that cannot give honor to God, don't eat that food. അല്പം പ്രയാസമായി തോന്നിയേക്കാം കേട്ടോ. Might seem hard for you. ദൈവവചനത്തിന്റെ ഉപദേശമാണ്. But that's the word. That's what the word says. ഇന്ന് രാത്രിയിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവേ, എന്റെ ശരീരത്തിന്റെ അംഗപ്രത്യംഗമായി ഞാൻ നിന്റെ വകയാണ്. എന്റെ ശരീരത്തിന്റെ ഓരോ അവയവം കൊണ്ടും
ഇന്നു മുതൽ ഞാൻ അങ്ങയെ So മഹത്വപ്പെടുത്തും. let's take a decision. Every single cell, every inch of my body belongs to you, and with all of this I will worship you. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. Let's honor him. നാം പലപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ട്. Many times we honor him. ഒരു ചോദ്യം, One question. നാം അധരങ്ങൾ കൊണ്ടാണോ അതോ ജീവിതം കൊണ്ടാണോ ദൈവത്തെ കൂടുതൽ How do മഹത്വപ്പെടുത്തുന്നത്? we honor God? Is it with our lips or with our life? എളുപ്പം പറഞ്ഞത് സ്തോത്രം. രണ്ടും എന്ന് നമ്മൾ പറയും. കൂടുതലുള്ള We probably will say both, but which one do we use most? ഒരു ചോദ്യം കൂടെ, One more question. നമ്മുടെ രഹസ്യ ജീവിതത്തിലാണോ പരസ്യ ജീവിതത്തിലാണോ ദൈവത്തെ നാം അധികം മഹത്വപ്പെടുത്താറ്? Well, how do we honor God even with our private life or public life? സ്തോത്രം. പ്രിയരേ, ഇത് ക്രിസ്ത്യ ജീവിതമല്ല. It's not Christian life. ഇത് ജസ്റ്റ് ഒരു റിലീജിയസ് ലൈഫ് എന്നേ ഉള്ളൂ. ഒരു മതപരമായ ജീവിതം എന്നേ ഉള്ളൂ. It's just a religious life that we are living. ഞാൻ തുറന്നു പറഞ്ഞോട്ടെ, ദൈവസഭ ദൈവമില്ലാത്ത ഒരു മതമായി, ദൈവത്തിന് സ്ഥാനമില്ലാത്ത മതമായി അധപ്പതിച്ചിരിക്കുന്നു. Let me say something. The Church of God has become a religion where there is no God. ദൈവത്തിന്റെ സഭ ക്രിസ്തുരഹിതമായ സംഘടനയായി അധപ്പതിച്ചിരിക്കുന്നു. The churches have become just organizations without Christ. ദൈവത്തിന്റെ സോ-കോൾഡ് സഭകൾ, വില്യം ബാർക്ലേയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു നല്ല സക്സസ്ഫുൾ ആയ ക്രിസ്ത്യൻ ക്ലബ്ബുകളായി, വിജയകരമായി പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ ക്ലബ്ബുകളായി അധപ്പതിച്ചിരിക്കുന്നു. William Barclay said every single church has become a club, a social gathering. പാടില്ല, No, പാടില്ല. no. ഒരു മതപരമായ ജീവിതത്തിനു വേണ്ടിയല്ല ഞാനും നിങ്ങളും ഇറങ്ങി തിരിച്ചത്. We haven't set our journey to lead a religious life. നമ്മുടെ പഴയ പടുകൂറ്റൻ സംഘടനകളെ വിട്ടിറങ്ങിയത് ഒരു മത ജീവിതത്തിനു വേണ്ടിയായിരുന്നില്ല. We did not set out on our journey not to lead a religious life. നമ്മുടെ നൂറുകണക്കിന് വർഷങ്ങൾ പാരമ്പര്യമുള്ള കുടുംബങ്ങളെയും സമുദായങ്ങളെയും വിട്ടിറങ്ങിയത് അങ്ങനെയുള്ള ഒരു മതപരമായ ചടങ്ങുകൾ നിർവഹിക്കുന്ന ജീവിതത്തിനു വേണ്ടിയായിരുന്നില്ല. Not for such a life that we left our traditional churches and traditional families. എന്നാൽ യേശു ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ വളർന്ന് ജീവിതത്തിന്റെ ഓരോ ശ്വാസത്തിലും ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ആഴമായ സമർപ്പണത്തിലാണ് ഞാനും നിങ്ങൾ ഇറങ്ങി തിരിച്ചത്. We started our journey by submitting our life to grow in Christ and to honor Him with all of the organs of our body. പക്ഷേ ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിത രീതികളെ കണ്ടാൽ എന്തിനേറെ പുൽപ്പിറ്റുകളിൽ നിന്നുള്ള പ്രസംഗങ്ങളും പഠിപ്പീരുകളും പോലും കണ്ടാലും കേട്ടാലും തോന്നുന്നത് ലക്ഷ്യഹീനരായ തീർത്ഥാടകരെ പോലെ നാം പല പിക്നിക് സ്പോട്ടുകളിലും കറങ്ങിത്തിരിയുന്നവരായി തീർന്നില്ലേ എന്ന സംശയമാണല്ലോ ആകുന്നത്. Now these days when we look at believers and also the preachers who preach from these pulpits, there seem to be people who have no aim, godless people. ഒരു പക്ഷേ ഇങ്ങനെ പ്രസംഗിക്കുന്നവർക്ക് വേദി കിട്ടിയില്ലെന്നിരിക്കും. Maybe people who preach like this, they may not get any platforms. സാരമില്ല, It's okay. നമുക്ക് മതപരമായ ദൈവത്തിന് സ്ഥാനമില്ലാത്ത, ക്രിസ്തു സാന്നിധ്യത്തിന് ഇടമില്ലാത്ത മതപരമായ അവസ്ഥകളെ വിട്ട് ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. Let's come back to that individual relationship with Jesus Christ. നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നുകൊണ്ടെന്ന് തീരുമാനിക്കാം. As we are sitting here, you take a decision that you will honor God with all the organs of our body. നമ്മുടെ തലയിലെ മുടി കൊണ്ട് നമുക്ക് ദൈവത്തെ With the മഹത്വപ്പെടുത്താം. hair of our head, let's honor Him. നമ്മുടെ പുരികം കൊണ്ടും നഖം കൊണ്ടും ചുണ്ടുകൊണ്ടും തൊക്കുകൊണ്ടും അകത്തും പുറത്തുമുള്ള നമ്മുടെ അവയവങ്ങൾ കൊണ്ടും നമുക്ക് ദൈവത്തെ With മഹത്വപ്പെടുത്താം. our lips, with our skin, and with all the organs inside and outside, let's honor and glorify Him. കാരണം നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ പോലും യേശുക്രിസ്തുവിനാൽ വിലയ്ക്ക് Because വാങ്ങപ്പെട്ടിരിക്കുന്നു. even the very organs of our body are purchased by Jesus Christ. നമ്മുടെ അധരങ്ങൾ കൊണ്ടുള്ള മഹത്വം എന്നുള്ള സ്തോത്രം
ഫോമലായിട്ടുള്ള ആരാധനയും സ്തുതിസ്തോത്രങ്ങളുമല്ല ദൈവത്തിന് ആവശ്യം. പ്രത്യുത നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യ അറകളിൽ നാം ദൈവത്തിന്റെ ഇഷ്ടത്തെ നിവർത്തിച്ചുകൊണ്ട് അവന് മഹത്വപരമായ ജീവിതം നയിക്കുന്നതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആരാധന. Not just lip services that God wants from us, but what He wants is our life, the way we conduct our life. നാം നമുക്കുള്ളവരല്ല. We don't belong to ourselves. കാരണം നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടു. Because we are purchased. ഒരു വലിയ വില ക്രിസ്തു കൊടുത്തു. Christ paid a big price for us. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, സ്തോത്രം, ക്രിസ്തു വില കൊടുത്തത്, രക്തം ചിന്തിയത് എങ്ങനെയുള്ള സഭയെ വാർത്തെടുക്കുവാനാ? കറയോ ചുളുക്കമോ വാട്ടമോ മാലിന്യമോ ഒന്നുമില്ലാത്ത ഒരു സഭയെ വിശുദ്ധയും നിഷ്കളങ്കയുമായി തേജസ്സോടെ മുൻനിർത്തേണ്ടതിനാണ് അവൻ സഭയ്ക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത്. That's the reason why Paul says in the book of Ephesians that he shed his blood to have a spotless and a church with no blemishes. ഈ രാത്രിയിൽ നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തീരുമാനിക്കാം. So let's take a decision that we will honor and glorify Him with our life. മൂന്ന് കാര്യങ്ങളോട് ഓടിച്ച് ഞാൻ പറഞ്ഞേക്കാം, വിവരിക്കുന്നില്ല. I want to say three more things. I'm not going to expand on it. നാം ഒന്ന് സൃഷ്ടിപ്പ് നിമിത്തം ദൈവത്തിനുള്ളവർ. Number one, because of creation, we belong to God. രണ്ട്, തെരഞ്ഞെടുപ്പ് നിമിത്തം. And as far as election is concerned, we belong to Him. മൂന്ന്, അധിവാസം നിമിത്തം. And number three, because of His indwelling in us. നാലാമത്, നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാകയാൽ നാം നമുക്കുള്ളവരല്ല. And number four, because we are purchased, we don't belong to us. അഞ്ച്, Number five, നമ്മുടെ മനഃപൂർവമായ സമർപ്പണം നിമിത്തം നാം നമുക്കുള്ളവരല്ല. and because we are submitted completely to Him, we don't belong to us. ക്രിസ്തുവുമായി നാം ചെയ്ത ഉഭയസമ്മതം നിമിത്തം നാം നമുക്കുള്ളവരല്ല. And because of the agreement that we have with Christ, we don't belong to Him. റോമാലേഖനം 6-15 വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു, Romans chapter 6 verse 15, Paul says like this, നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ, 16 വാക്യത്തിൽ 16, നിങ്ങൾ 16 നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിച്ചവയ്ക്ക് നിങ്ങൾ ദാസന്മാരെന്ന് അറിയുന്നില്ലയോ? don't you realize that you became the slave of whatever you choose to obey? റോമാലേഖനം 7:3 ഭാര്യ ഭർതൃബന്ധത്തെ കുറിച്ച് പൗലോസ് പറയുന്നു. In chapter 7 verse 3 talks about the relationship between husband and wife. അവർ ഉഭയസമ്മതത്താൽ ഭർതൃന്യായ പ്രമാണത്താൽ തമ്മിൽ ചെയ്ത ഉടമ്പടിയാൽ ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടപ്പെട്ടിരിക്കുന്നു. And because of the agreement that the man and the woman has reached, they are obligated to each other. സ്തോത്രം. ഇതുപോലെ നാമും മനഃപൂർവമായി വ്യക്തിപരമായി ക്രിസ്തുവിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തവരാണ്. And so we also have voluntarily given ourselves to Christ. രക്ഷിക്കപ്പെട്ടുവെന്ന് നാം പറയുന്ന ആ പ്രത്യേക ദിവസത്തിൽ ആദ്യമായി നാം നമ്മെ തന്നെ ക്രിസ്തുവിനായി ഏൽപ്പിച്ചു കൊടുത്തു. On that day when we got saved, we gave ourselves to Christ. പിന്നെ കുറഞ്ഞ പക്ഷം പ്രസംഗം കേൾക്കുന്ന അന്നെല്ലാം ഒരു പ്രാവശ്യമെങ്കിലും നാം കർത്താവെ ഏൽപ്പിച്ചു തരുന്നു എന്ന് And പറയാറുണ്ട്. also anytime when you hear a preaching, you say, God, I submit myself again. ഇനിയും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് റെക്കോർഡ് ചെയ്ത് പ്രാർത്ഥിക്കുക. എത്ര പ്രാവശ്യം ഒരു സിംഗിൾ പ്രാർത്ഥനയിൽ എന്നെ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, എന്നെ സമർപ്പിക്കുന്ന കർത്താവേ എന്ന് പറയുന്നുവെന്ന് സ്വയമായിട്ട് നിന്ന് നോക്കും. And also when you pray, how many times you say, Lord, I submit myself. സ്വന്തമായ മനഃപൂർവമായ സമർപ്പണത്താൽ, because of deliberate commitment and covenant, നാം ക്രിസ്തുവിനുള്ളവരാണ്. And because of your deliberate and voluntary commitment, you belong to Christ. നാം നമുക്കുള്ളവരല്ല. You don't belong to ourselves. നാം അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തുവെങ്കിൽ നാം ഇനിയും ഒരിക്കലും ക്രിസ്തുവിൽ നിന്ന് ഡൈവോഴ്സ് വാങ്ങരുത്. And if we have submitted ourselves to Him, we must not take a divorce from Him. വിവരിക്കാതെ ഞാൻ പോകട്ടെ, സമയം I don't have time to explain further. അടുത്ത ഭാഗം നാം ആർക്കുള്ളവർ? Now again, who do we belong to? ഏൽപ്പിക്കപ്പെട്ടത് നിമിത്തം നാം കടക്കാരാണ്. Because we have given ourselves, we are endowment. Because of the endowment that we have given. നമുക്ക് എന്തോ ദൈവം ഏൽപ്പിച്ചു തന്നു. God has endowed us with something. എന്താ കർത്താവ് നമ്മെ ഏൽപ്പിച്ചത്? What did He give us? നമ്മൾ പാട്ട് പാടാറുണ്ട് മലയാളത്തിൽ, അവൻ ഉപനിധി ആസാനത്തോളം
കാക്കുവാൻ ശക്തനല്ലോ. ഉപനിധി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. We say that the deposit that he has given us. എന്താ ഉപനിധി? What is that? രണ്ട് ഉപനിധിയുണ്ട്. നേരെ കുറവാണെങ്കിൽ എളുപ്പം പറഞ്ഞു. I want to continue. തിമോത്തിയോസ് പൗലോസ് രണ്ടാമത്തെ ലേഖനം 1-ാം അധ്യായം 12-ലും 14-ലും പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. I'm talking about 2 Timothy chapter 1 verse 12 and 13. 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ കാക്കുന്നു. That the God that I trust will be able to guard that I have entrusted to him. അപ്പോൾ ഞാൻ എന്ത് അങ്ങോട്ട് തമ്പുരാനെ ഏൽപ്പിച്ചോ അത് ദൈവത്തിന്റെ കയ്യിൽ എന്റെ ഉപനിധി. Whatever I have entrusted to God, he will keep it. അത് എന്റേതാ. That's mine. പക്ഷെ ദൈവത്തിന്റെ കയ്യില. But that's in God's hands. എന്നാൽ നേരെ തിരിച്ചുകൊണ്ട് But on the same token, നമ്മൾ ഏതാണ്ട് അങ്ങോട്ട് ഏൽപ്പിച്ചപ്പോൾ ദൈവം തന്റെ അത് ഇങ്ങോട്ട് ഏൽപ്പിച്ചു. when we entrusted something to God, God entrusted something of his to us. അതാണ് 14-ാം വാക്യം പറയുന്നത്. And that's what verse 14 says. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ആ ഉപനിധി അവസാനം വരെ നാം സൂക്ഷിക്കണം. And because through the power of the Holy Spirit, we should be able to keep that till the end. നമ്മുടെ ഉപനിധി ദൈവത്തിന്റെ കയ്യിൽ, ദൈവത്തിന്റെ ഉപനിധി നമ്മുടെ കയ്യിൽ. And whatever we have entrusted him, it is in his hands. And whatever he has entrusted in us, it is in our hands. കർത്താവ് എന്തോ നമ്മെ ഏൽപ്പിച്ചത്? What did God entrust us with? നിങ്ങൾക്ക് കാശില്ലെങ്കിലും കാശുണ്ടെങ്കിൽ കാശ് നിങ്ങളെ ഏൽപ്പിച്ചതാ. If we don't have money, and whatever money you have, God gave to you. നിങ്ങൾക്ക് വേണ്ടിയല്ല, അതിൽ അത്യാവശ്യമുള്ള നിങ്ങൾക്ക് വേണ്ടി, ബാക്കി 5 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. And the money that is given to you, you can use it for your needs, and the rest must be used for 5 things. 1 സുവിശേഷ വേലയ്ക്ക്, Number 1 for the gospel work, 2 സുവിശേഷ ആവശ്യങ്ങളിരിക്കുന്ന സുവിശേഷ വേലക്കാർക്ക്, and also to the servants of the gospel, 3 വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾക്ക്, and number 3 for the needs of the saints, 4 നമ്മുടെ രക്തബന്ധങ്ങൾക്ക്, and number 4 for our blood relations. 5 ഈ 4 കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ നാമുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത ആവശ്യക്കാരായ ലോകക്കാർക്ക്. And then number 5, if we have anything left, should be for the other worldly people. ഇതാണ് ക്രിസ്ത്യൻ മണി മാനേജ്മെന്റ് തത്വം. And this is the principle of Christian money management. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആരും പണക്കാരാകുന്നില്ല. If we do like this, we will never become rich. തുടങ്ങിയെടുത്ത് തന്നെ ഇരിക്കും. We will be in the same place when we started. എല്ലാ വർഷവും നമ്മുടെ ആസ്തി വർദ്ധിക്കുന്നെങ്കിൽ ഈ തത്വം തെറ്റിക്കുന്നെന്നാണ് അർത്ഥം. If every year if our assets increase, that means we are not coming in compliance with this principle. നേരെ കുറവായതുകൊണ്ട് അത്രയും പറഞ്ഞാൽ കിട്ടുക. I just want to leave there. ദൈവം നമ്മെ ഏൽപ്പിച്ചത് ബാക്കിയൊക്കെ ഫിനാൻഷ്യലി ഈ ഭൗമികമായ റിസോഴ്സസ് പലതും ഏൽപ്പിച്ചിട്ടുണ്ടാവും. God might have entrusted with many other resources in this world. അങ്ങനെയാണെങ്കിൽ അത് നിമിത്തം നാം ദൈവത്തിന് കടക്കാരാണ്. So we are obligated to him because of that. അതൊന്നും വിവരിക്കുവാൻ ഞാൻ സമയം I don't എടുക്കുന്നില്ല. have time to explain that. ഒരു കാര്യം മാത്രം പറയുന്നു. I want to say just one thing. അത് ഭൗതികമല്ല, അത് സുവിശേഷം. And that is not worldly but gospel works. അതാണ് പൗലോസ് റോമർ 1:14 പറയുന്നത്. And that's what he says in the book of Romans chapter 1 verse 14. ഞാൻ സകലർക്കും കടക്കാൻ, അതാണ് അർത്ഥം. That I am obligated to everybody. അത് ആരായാലും, വെളുത്തവനും കറുത്തവനും കൊച്ചാൾക്കും വലിയ ആൾക്കും സകലർക്കും ഞാൻ കടക്കാൻ. I am indebted and obligated to everybody, whether he is rich or poor. പൗലോസ് ഇവരോടൊരു കടം മേടിച്ചായിരുന്നു? Did Paul borrow any money from any of these people? ഇല്ല. No. സുവിശേഷം ഇവർക്ക് കൊടുക്കുവാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചതാണ്. God gave us the gospel to give it to them. അങ്ങനെ ദൈവം നമ്മെ ഫലമേൽപ്പിച്ചത് നിമിത്തം നാം കടക്കാരാണ്. And because he has entrusted that with us, we are indebted to him. ഒടുവിലായി And finally, സൂക്ഷിപ്പ് നിമിത്തം നാം കടക്കാരാണ്. and because of care, we belong to him. Because of preservance, we belong to him. അത് യൂദ തന്റെ ലേഖനം 1-2 വാക്യങ്ങളിൽ പറയുന്നു. In the book of Jude verse 1 and 2 it says, നമ്മെക്കുറിച്ച് യൂദ അവിടെ പറയുന്നത് യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെടുന്നവരെന്നാണ്. that we are being preserved for Jesus Christ. നാം മറ്റാർക്കും വേണ്ടിയുള്ളവരല്ല. We don't belong to anybody else. നമ്മുടെ വീട്ടിൽ ഒരു ആഹാരം ഉണ്ടാക്കിയാൽ, എന്തൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കിയാൽ, അത് വീട്ടിൽ ഇല്ലാത്ത അംഗങ്ങൾക്ക് വേണ്ടി, പപ്പായ്ക്ക് വേണ്ടി, ഹസ്ബൻഡിന് വേണ്ടി മാറ്റി വെച്ചാൽ പിള്ളേർ വന്നാലും പറയും, ഇത് പപ്പായ്ക്കുള്ളതാണ്. If the mother cooks a special food and if she is keeping it for the husband or the father, and if the children come and if they say if they want it, they will say no, it's for the father. പ്രിയരേ, കർത്താവിനായി നാം സൂക്ഷിക്കപ്പെടുന്നവരാണ്. We are preserved for Jesus Christ. യേശു ദൈവം നമ്മെ സൃഷ്ടിച്ചെങ്കിൽ, If God created us, അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ, if he has purchased us, ഇവിടെ എന്നേക്കും വസിക്കുവാൻ അനുവദിക്കത്തില്ല. he will not allow us to dwell or live in this earth. വേഗത്തിൽ വന്ന് നമ്മെ തന്റെ അടുക്കൽ He is ചേർക്കും. going to come back and take us
നമ്മെ തന്നോടുകൂടെ ചേർക്കുവാൻ വേഗത്തിൽ അവൻ മേഘങ്ങളിൽ വരും. And he is going to come in the clouds to gather us. ഒരുപക്ഷേ ഇന്ന് നാം തിരികെ വീട്ടിലെത്തും മുൻപ് അവന്റെ കാഹളം ധ്വനിച്ചു. Maybe we may hear the sound of the trumpet even before we reach home. ദൈവത്തിന്റെ സഭ ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെടുന്നവരാണ്. The church of God is preserved for Jesus Christ. സൂക്ഷിപ്പ് നിമിത്തം നാം And ക്രിസ്തുവിനുള്ളവരാണ്. because of that, because they are preserved, we belong to Him. ഇന്ന് രാത്രിയിൽ നമുക്ക് നമ്മെ ഒന്ന് സമർപ്പിക്കാം. So let's submit ourselves today, this നാം evening. ഈ കേട്ട വചനത്തിന്റെ മുമ്പിൽ നമുക്ക് ദൈവമേ ഞാൻ എന്റെ വകയല്ല നിന്റേതെന്ന് പറഞ്ഞ് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. Lord, we can say, Lord, we don't belong to us, we belong to you. അങ്ങനെയുള്ളവരെ ചേർക്കുവാൻ കർത്താവ് വരുന്നു. And Jesus is coming to gather such people. നാം ആരും കൈവിടപ്പെടരുത്. We should not be forsaken. ഇനി നാം ഉലകത്തിൽ തമ്മിൽ കണ്ടില്ലെങ്കിലും കർത്താവിന്റെ രാജ്യത്തിൽ ഒരുമിച്ച് കാണണം. Maybe we may not see each other again, but we will see in His kingdom again. അതിനായി നമ്മെ സമർപ്പിക്കാം. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ Let's submit ourselves for that. May God bless you with these words.